ഏതൊരു പ്രൊഫസർ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം സ്ട്രക്ചറലായിട്ടുള്ള പരിഷ്കാരങ്ങൾ വന്നിരിക്കുന്നു. ബി.എഡിൻ്റെ കാര്യത്തിൽ, നിയമപഠനത്തിൻ്റെ കാര്യത്തിൽ, മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, എല്ലാ ഭാഷകളിലും പരീക്ഷ എഴുതുന്നതിൻ്റെ കാര്യത്തിൽ, ത്രിഭാഷാ സമ്പ്രദായം കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന നമ്മുടെ കുട്ടികൾക്ക് മത്സരത്തിൽ വളർന്ന് മുന്നോട്ട് വരുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ഒരു 1000 നേട്ടങ്ങൾ NEP കൊണ്ടുണ്ട്. എന്നിട്ട് ഏതോ ഒരു പ്രൊഫസർ പറഞ്ഞു, ഏതോ ഒരു കുട്ടിയെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാതിരി വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിച്ച് കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികൾ എത്രായിരം കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെല്ലാം ചെലവഴിക്കാൻ വേണ്ടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന കോടാനുകോടി ഉറുപ്പിയുടെ നഷ്ടം കേരളത്തിനുണ്ടായിരിക്കുന്നു. ഇത് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിപക്ഷമില്ല. ഞങ്ങളുടെ പോയിൻ്റ് അവിടെയാണ്. അവരും ഇത് തന്നെ ആവർത്തിക്കുകയാണ്. കാരണം ഇവിടെ 10-30% മുസ്ലിം വോട്ടും ഉള്ളതുകൊണ്ട് അത് മോദിയെ പറഞ്ഞ ആ വോട്ടിങ് കിട്ടും എന്നുള്ള ഒരു ധാരണയിലാണ് ഇവർ ഈ പെരുമാറുന്നത്. അത് നമ്മുടെ നാടിനെ സർവ്വനാശത്തിലേക്ക് നയിക്കും. വലിയ സമ്മേളനം നടത്തി ഇപ്പോൾ CPM. ഒരക്ഷരം ഇതിനെപ്പറ്റി അവരാരും പറഞ്ഞില്ല. ഈ വ്യാജ പ്രചരണം ഇങ്ങനെ ആവർത്തിക്കുകയല്ലാതെ. BJP അല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പത്രസമ്മേളനം അല്ലാതെ ഞങ്ങൾ എല്ലാ പരിപാടികളിലും ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ ഇപ്പോൾ സർക്കാരിൻ്റെ താഴെ ഇടാൻ പറ്റുമോ? സർക്കാരിനെ മറിച്ചിടാനൊന്നും പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് MLA മാരൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് പറയുക, പ്രചരണം നടത്തുകയല്ലാതെ എന്ത് ചെയ്യാനാ? അവിടേക്ക് BJP ജില്ലാ നേതാക്കളൊക്കെ അവിടെ എത്തുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ കൂടിക്കാഴ്ച നടത്തുന്നതൊക്കെ പറയുന്നു. പക്ഷേ തൊട്ട് പിന്നാലെ അത് പൂർണ്ണമായിട്ട് നിഷേധിച്ച് BJP പോകില്ല, SDP പോയാൽ പോലും BJP പോകില്ല. ആരും അയാളെ ക്ഷണിച്ചില്ലല്ലോ. അയാൾക്ക് പോകുന്ന SDP തന്നെ നല്ലത്. ഞങ്ങളാരും ചോദിച്ചോ? എന്നോട് പത്രക്കാർ ചോദിച്ചല്ലോ, നിങ്ങൾ എറണാകുളത്ത് വെച്ച്. ഞാൻ പറഞ്ഞു അതൊക്കെ അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കുന്നത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വെറുതെ ഒരു വാർത്തകളാണ്. ഞങ്ങൾക്കിപ്പോൾ ആളെ കിട്ടാനില്ലാതെ ബുദ്ധിമുട്ടുന്ന പാർട്ടിയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. എത്ര പേര് വരാനുണ്ട്? നോക്കിയിട്ടേ ആളെ എടുക്കുള്ളൂ. അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ഇന്ന് കേരളത്തിൽ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അത് BJPയിലേക്കല്ലേ പോകുന്നുള്ളൂ. CPMലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? കോൺഗ്രസ്സിലേക്ക് പോയ ആളുകളൊക്കെ നിങ്ങളത് നോക്ക്. അടുത്ത കാലത്ത് ചില ആൾ പോയിനല്ലോ. BJP അങ്ങനെയല്ല. BJPയിലേക്ക് നല്ല നല്ല ആൾക്കാർ വരുവേ. ആരും ക്ഷണിച്ചില്ലെന്ന് ഞാനല്ല ക്ഷണിക്കേണ്ടത്. പാർട്ടിയുടെ സംസ്ഥാനത്ത് നിന്ന് ആരും ക്ഷണിച്ചിട്ടില്ല. ഞാൻ ക്ഷണിച്ചിട്ടില്ല, എൻ്റെ സഹപ്രവർത്തകർ ആരും ക്ഷണിച്ചിട്ടില്ല. പിന്നെ വെറുതെ എന്തിനാ പറയുന്നത്? എനിക്കറിയില്ല. ആളുകൾ ഇപ്പോൾ അവിടെ എവിടെയും ചായ കടയിലോ അല്ലെങ്കിൽ കണ്ടു വിചാരിച്ചിട്ട് ഉടനെ കൂടി കഴിച്ചാണ്. വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും അതിനും വിഷയമുണ്ട്. അതിനെപ്പറ്റി പറയുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങളെപ്പറ്റി ഇവരാരും പറയുന്നില്ല. ഈ ലഹരി കടത്ത് ആരാണെന്നൊന്നും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 4 പേരെ പിടിച്ച 2 സുഡാപ്പി 2 DYFI. ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി. കേരളത്തിൽ നിങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ അറിയില്ല. ഏത് പത്രം എടുത്ത് നോക്കിയാലും നിങ്ങൾ 2 സുഡാപ്പി 2 DYFI. 4 ആളെ പിടിച്ചാൽ 2 സുഡാപ്പി 2 DYFI. സർക്കാരിൻ്റെയും മതതീവ്രവാദ സംഘടനകളുടെയും ശക്തമായ പിന്തുണ ഇതിനുണ്ട്. ഇതാരാ ഇത് കടത്തുന്നത്? അപ്പോൾ ഈ കടത്തുന്ന ആളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശക്തമായ നിയമങ്ങളില്ല. പോലീസ് ഒരു സംഭവം നടക്കുമ്പോൾ കുറേ ആളെ പിന്നാലെ ഓടും. അത് കഴിഞ്ഞാൽ പോലീസ് മറക്കും. താമരശ്ശേരിയിൽ കണ്ടില്ലേ നിങ്ങൾ? കൊച്ചുകുട്ടികളുടെ ഇടയിലാണ് ഈ അക്രമവും കൊലപാതകമൊക്കെ നടക്കുന്നത്. അന്വേഷിച്ച് നോക്കുമ്പോൾ കൊച്ചുകുട്ടി മാത്രമല്ല, വലിയ സഖാവ്, അച്ഛൻ. ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ നിയമങ്ങളില്ല. ഇവിടെ നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുന്നില്ല. ഗവൺമെൻറ് പരാജയമാണ് ഇത് വർദ്ധിക്കാൻ കാരണം. അപ്പം ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള പ്രചാരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും കോഴിക്കോട് നഗരത്തിൽ, ഇന്നില്ല രാത്രി നിങ്ങൾ ക്ഷണിച്ചല്ലോ. അതുകൊണ്ട് ഇത് എല്ലാവരും ചേർന്ന്, ഇതിനകത്തൊരു രാഷ്ട്രീയം അതിൻ്റെ അതിർവരമ്പിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ചേർന്ന് ഇതിനെതിരായിട്ടുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കണം. പക്ഷേ സർക്കാർ അവരുടെ കടമ മറക്കരുത്. സർക്കാരിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യണം.
അത് പ്രതിപക്ഷത്തിന് തലയിൽ ആൾ താമസമില്ലെന്ന്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ ഈ ഗോപാലൻ പറയാൻ പോകുന്നത്? ഏറ്റവും വലിയ പ്രചാരണ ആയുധം ഇവിടെ വരാൻ പോകുന്നത് കേന്ദ്രം കേരളത്തെ അവഗണിച്ചുകൊണ്ടാണ് ഈ തകർച്ചയ്ക്കെല്ലാം കാരണം എന്നാണ്. അതിന് മൂട്ടിക്കൊടുക്കുന്ന പ്രചരണമല്ലേ ഈ AC വേണുഗോപാലും സതീശനും നടത്തുന്നത്? ഇവരെന്താ നാളെ പറയാൻ പോകുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് 6 മാസം കഴിഞ്ഞ് വരും, എല്ലാ പഞ്ചായത്തും പൂട്ടിക്കിടക്കുക. ഈ വേണുഗോപാലിൻ്റെ പ്രസ്താവനയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നതാണ് ശരിയെന്ന് ജനങ്ങൾ വിചാരിക്കില്ലേ? തദ്ദേശ ഭരണ സ്ഥാപനം ഒരു പണി ബല്ല സ്തംഭിച്ചിരിക്കുക, വെറുതെ തുറന്നു വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മാർച്ച് 31 ആവാനായി ഏതെങ്കിലും പദ്ധതി നടന്നിട്ടുണ്ടോ? ഈ വേണുഗോപാലിന് എന്താ ഈ പറയുന്നത്? ഈ ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്നതിന് പകരം, ഈ ഗവൺമെൻറ്റിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ചിറ്റമ്മയാണ്, വല്യമ്മയാണ്, മോദിയാണ് കുഴപ്പക്കാരൻ എന്ന് പറയുന്ന വേണുഗോപാലിൻ്റെയും കോൺഗ്രസിൻ്റെയും തലയിൽ കളിമണ്ണല്ലാതെ വേറെ എന്താണ്? അതെ, കുറേ കാലത്തിന് ശേഷം വീണ്ടും അക്രമം തുടങ്ങാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം നല്ല അടിയല്ല നടക്കുന്നത്. ജയരാജൻ, ചുംബൻ ജയരാജന് സ്ഥാനക്കയറ്റം, മറ്റേ ജയരാജന് താഴെ പോയി. വലിയ പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. CPM-നകത്ത് എല്ലാ ജില്ലയിലും. ഇപ്പോൾ പത്മകുമാറിനെ പറ്റി നിങ്ങൾ ചോദിച്ചല്ലോ. പത്മകുമാറും സുകന്യയൊക്കെ പോസ്റ്റ് ഇട്ടത് അതിനകത്ത് ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ആളുകൾ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ നോക്കുന്നില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷെ പെണ്ണുങ്ങൾ എത്ര ഉണ്ട്? സുകന്യ പറഞ്ഞു സ്ത്രീ പ്രാതിനിധ്യം ഇല്ല. 33% റിസർവേഷൻ ഞങ്ങൾ കൊടുക്കുന്നു. CPM-ൽ എത്രയുണ്ട്? ഞാൻ പട്ടികജാതിക്കാരുടെ കാര്യം പറഞ്ഞു. എത്രയുണ്ട് പട്ടികജാതിക്കാർ? ഇവർ പറഞ്ഞു ഒരാളുണ്ടെന്ന്. അയാൾ പട്ടികജാതിക്കാരനല്ല. അയാൾ 2 തലമുറ മുമ്പേ മതപരിവർത്തനം ചെയ്ത് ക്രൈസ്തവ സമൂഹത്തിൽ പോയ ആളാണ്. 10% ഹിന്ദു പട്ടികജാതിക്കാരുണ്ട് കേരളത്തിൽ. ഒരാളെ നിങ്ങൾ സെക്രട്ടേറിയറ്റിലെടുത്തോ? വോട്ടർമാർ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. ഒരാളാണ് സെക്രട്ടേറിയറ്റിൽ. ഞങ്ങളുടെ 30 സംസ്ഥാന ഭാരവാഹികളിൽ 10 പേര് സ്ത്രീകളാണ്. അപ്പോൾ ഇവർ എന്ത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്? എന്ത് പാവപ്പെട്ട അധസ്ഥ ജനവിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അല്ലാതെ CPM-ൽ ഒരാൾക്ക് സ്ഥാനം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര കാര്യം, അവർ തീർത്തോട്ടെ. ഞങ്ങളെ പോയിൻ്റ് അടിസ്ഥാന പ്രശ്നങ്ങളിൽ CPM എവിടെ നിൽക്കുന്നു? സ്ത്രീകളുടെ ഉന്നമനത്തിൻ്റെ കാര്യത്തിൽ, സ്ത്രീ ശാക്തീകരണം, മതിൽ കെട്ടാൻ പോയതുകൊണ്ട് കാര്യമില്ലല്ലോ. വനിതയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞവരല്ലേ? മുഖ്യമന്ത്രി ഇനിയിപ്പോൾ അടുത്ത കാലത്ത് ഈ ജന്മം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ പാർട്ടിക്കകത്ത് എത്ര സ്ത്രീകൾക്ക് ഉന്നതമായിട്ടുള്ള പദവികൾ കൊടുക്കുന്നു? കൊടുക്കുന്നില്ലല്ലോ. ഓക്കെ.